കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര മേളയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. ആ മേളയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നാളെ മുതൽ 31 വരെ 6 ദിവസങ്ങളായി നടക്കുന്ന മേളയിൽ ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര വിഭാഗങ്ങളിലായി 335 ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുക. കൈരളി ശ്രീനിള തിയേറ്ററുകളിലാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക. ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് ടിക്കറ്റ് വിതരണം കൈരളി തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു നടത്തി. ഇന്ന് രാജ്യത്ത് തന്നെ നമ്മുടെ ഫെസ്റ്റിവൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ പിന്നെയും സംഘടിപ്പിക്കുന്നത്. വളരെ സൂക്ഷ്മതയോട് കൂടിയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കൊണ്ടാകണം പല ഭാഗത്തു നിന്നും സിനിമയെ സ്നേഹിക്കുന്നവർ, സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും, കലാകാരന്മാർ എല്ലാവരും നമ്മുടെ ഫെസ്റ്റിവലിനായി ഓടിയെത്തുന്നു. ഇന്ത്യൻ നവതരംഗ സിനിമയുടെ അമരക്കാരിൽ പ്രധാനിയായിരുന്ന കുമാർ ഷഹാനി, ശ്രിയങ്ക റോയ്, MM പത്മനാഭൻ, ചെലവൂർ വേണു എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 8 ചിത്രങ്ങൾ IDSFFKയിൽ പ്രദർശനത്തിലുണ്ട്. 7 മലയാള ചിത്രങ്ങളാണ് ഹ്രസ്വചിത്ര മത്സരരംഗത്തുള്ളത്. ലക്കി ഡോഗ്, യൂണിക്കോൺ ലേഡി എന്നീ ആനിമേഷൻ ചിത്രങ്ങളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. മത്സര വിഭാഗത്തിലെ എല്ലാ ചിത്രങ്ങളും കൈരളി തിയേറ്ററിലാണ് പ്രദർശിപ്പിക്കുക. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഖ്യാതി നേടിയ ധാരാളം ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെന്ററികളും നാളെ സിനിമാ മൂവികൾക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. ക്യാമറമാൻ അരുൺ മുരളീധരനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.